എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ 47ാമത് വോളിയത്തിൽ പറയുന്നത് യോഗ വിഘ്നത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചു. ഇന്ന് പല വിധത്തില് ഇപ്പൊ യോഗയ്ക്ക് തയ്യാറായി വരുന്ന ആൾക്കാർക്ക് അതിൽ മനസ്സ് മുഴുവൻ അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത തരത്തിൽ പല വിഘ്നങ്ങളും ഉണ്ടാവും. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശ്രീദേവി പാർവതി ഭഗവാൻ ശ്രീ പരമേശ്വരനോട് ചോദിച്ചു, ഈശാന ശങ്കര, ജനങ്ങൾക്ക് യോഗ സംബന്ധമായി ഉണ്ടാകാവുന്ന വിഘ്നങ്ങൾ എന്തെല്ലാമാണ്? പരമാർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാർക്ക് വേണ്ടി അവയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ. അത് പ്രഥമ യോഗി ശ്രീ പരമേശ്വരൻ. അദ്ദേഹം അനേക വർഷം പിന്നെ ഭോഗ വിഘ്നം കൊണ്ട് യോഗയിലേക്ക് തിരികെ പിന്നീട് ശ്രീപാദത്തിനെ വിവാഹം കഴിച്ചു. അവരുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഈ ഗ്രന്ഥം തന്നെ തയ്യാറായത്. അപ്പോൾ ശിവൻ പറഞ്ഞു, മുക്തിക്കുള്ള യാത്രയിൽ ഭോഗമാണ് ഏറ്റവും വലിയ തടസ്സം. ശ്രീ പരമേശ്വരൻ അറിയിച്ചത്, ദേവി, പലപ്പോഴും ഉണ്ടാകാറുള്ള യോഗ വിഘ്നങ്ങളെ കുറിച്ച് ഞാൻ പറയാം, കേട്ടോളൂ. മനുഷ്യരുടെ മോക്ഷത്തിനെതിരായ പരമമായ ബന്ധനം ഇന്ദ്രിയ സുഖാനുഭവമാണ്. ഭോഗവിഘ്നങ്ങൾ സ്ത്രീ, കിടക്ക, ഇരിപ്പിടം, വസ്ത്രം, ധനം, താമ്പൂലം, ഭക്ഷണ പദാർത്ഥങ്ങൾ, വാഹനങ്ങൾ, രാജ്യാധികാരവും അതുമായി ബന്ധപ്പെട്ട ഐശ്വര്യവും, സ്വർണം, വെള്ളി, ചെമ്പ്, രത്നം, അകിൽ, പശുക്കൾ, പാണ്ഡിത്യം, വേദശാസ്ത്രങ്ങൾ, നൃത്യം, ഗീതം, ആഭരണങ്ങൾ, ഓടക്കുഴൽ, വീണ, മൃദംഗം മുതലായ സംഗീതോപകരണം, മികച്ച ആനയും കുതിരയും, ഭാര്യയും മക്കളും ഇത്യാദിയെല്ലാം യോഗവിഘ്നകരങ്ങളായ വിഷയങ്ങളാണെന്ന് ജ്ഞാനികൾ എടുത്തു പറഞ്ഞിരുന്നു. ഇവയെല്ലാം ഇന്ദ്രിയ സുഖാനുഭവ രൂപങ്ങളാണ്. ധർമ്മവിഘ്നകരങ്ങളായ ഇവയെക്കുറിച്ച് പറയാൻ കേട്ടുള്ളൂ. ഇനി മോക്ഷത്തിന് തടസ്സമായ ധർമ്മരൂപങ്ങളെ പറയാം. ധർമ്മവിഘ്നങ്ങൾ, മതവും ചടങ്ങുകൾ. ധർമ്മകാര്യ മാർഗത്തിൽ ചരിക്കുന്നവർക്ക് വരുന്ന തടസ്സങ്ങൾ പറയുന്നു. കുളി, പൂജാവിധികൾ, ഹോമം, മോക്ഷത്തിനുള്ള പ്രത്യേക കർമ്മങ്ങൾ, വ്രതം, ഉപാസന, നിയമം, ചടങ്ങുകൾ, മൗനം, ഇന്ദ്രിയ നിഗ്രഹം, ധ്യാനം, മന്ത്രോച്ചാരണം, ദാനം, ഖ്യാതി, ലോകത്തിനു വേണ്ടി കിണർ, തോട്, തടാകം മുതലുണ്ടാക്കൽ, പൂന്തോട്ടം വെച്ചുപിടിക്കൽ, തണ്ണീർ പന്തൽ നടത്തൽ, യജ്ഞങ്ങൾ നടത്തുക, ചാന്ദ്രായണ വിധികൾ, കൃച്ഛ ചാന്ദ്രായണ വ്രതങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോവുക തുടങ്ങിയെല്ലാം ധർമ്മത്തിനാണെന്ന പേരിൽ മോക്ഷകാര്യ സാധ്യത്തിന് വരുത്തുന്ന തടസ്സങ്ങളാണ്. ഇനി ജ്ഞാനം കൊണ്ടുള്ള തടസ്സങ്ങൾ പറയാം. ഇതൊക്കെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അനേകം മണിക്കൂറുകൾ യോഗയിൽ അഭ്യസിക്കുകയും അതിൽ തന്നെ ചിന്തിച്ചിരിക്കുകയും അതുപോലെ തന്നെ ചിന്ത മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ യോഗിക്ക് മോക്ഷത്തിനുള്ള കർമ്മങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ സാധാരണ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ യോഗിക്ക് അയാളുടെ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ യോഗ ജീവിതം അല്ലെങ്കിൽ പലവിധ തടസ്സങ്ങളെ കൊണ്ട് അതെല്ലാം തടസ്സപ്പെട്ട് എങ്ങെത്താത്ത ഒരവസ്ഥയിലേക്ക്. അതാണ് ധർമ്മമാർഗങ്ങളായാലും അതുപോലെ തന്നെ ദേവനെ കാണാൻ പോകുന്ന കാര്യത്തിലായാലും ഒക്കെ സമയം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളുമായിട്ടും ആൾക്കാരുമായി ഇടപെടുന്നതുകൊണ്ട് അനേകം നെഗറ്റീവ് എനർജി ഈ യോഗ സാധകന് വന്ന് പെടാനുള്ള സാധ്യതയും കൂടുതൽ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ നിയന്ത്രണം, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ തടസ്സങ്ങളാണ് യോഗയ്ക്ക് ഉണ്ടാക്കുക. ജ്ഞാനം കൊണ്ടുള്ള തടസ്സം, ജ്ഞാനം കൊണ്ടും മോക്ഷത്തിന് തടസ്സമുണ്ടാകും. ഗോമുഖാസനത്തിൽ ഇരിക്കുക, ധൗതി പ്രക്ഷാളനങ്ങൾ ചെയ്യുക, പ്രത്യാഹാരത്തിന് വേണ്ടി ആഹാരാദി കാര്യങ്ങൾ നിരോധിക്കുക, കുക്ഷി സഞ്ചാലനം ചെയ്യുക, ഇന്ദ്രിയങ്ങളെ അധികമായി അധ്വാനിപ്പിക്കുക, നാഡികളെ കൊണ്ട് ഭാരം വഹിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക, ശരിയല്ലാത്ത ഭക്ഷണം കഴിക്കുക തുടങ്ങിയെല്ലാം അറിയാമെന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇവ മോക്ഷപ്രദങ്ങളല്ലെന്ന് സാരം. ഏതെങ്കിലും ധാതുരസം കുടിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും മരുന്ന് ഇടിച്ചു പൊടിച്ച് കഴിക്കുന്നത് കൊണ്ടോ സമാധിയിലാവാൻ
തെറ്റായിട്ടുള്ള പലതും ഉള്ളത് കേട്ടോളൂ. സംഗമം എപ്പോഴും യോഗ്യരോട് വേണം. ദുർജനങ്ങളോട് അകൽച്ചയും വേണം. അകത്ത് കയറ്റുന്നതും പുറത്തു പോകുന്നതുമായ വായുവിനെ ചിന്തിക്കണം. ബ്രഹ്മമാണ് പിണ്ഡത്തിന് രൂപമുണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും. ബ്രഹ്മമാണ് എല്ലാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളാണ്. ജ്ഞാനം കൊണ്ടുള്ള വിഘ്നങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. മന്ത്രയോഗം, ഹഠയോഗം, ലയയോഗം, രാജയോഗം എന്നിങ്ങനെ 4 വിധമാണ് യോഗശാസ്ത്രങ്ങൾ. ഇവ തമ്മിൽ വേറെ വേറെയാണെന്ന് കരുതേണ്ടതില്ല. 4 വിധം സാധകൻ: മൃദു സാധകൻ, മധ്യമ സാധകൻ, അതിമാത്ര സാധകൻ, അതിമാത്ര തമൻ എന്നിങ്ങനെ സാധകന്മാർ 4 പ്രകാരമാണ്. അവരിൽ 4-മൻ ഇഹലോക ജീവിത ദുരിതമാകുന്ന കടൽ താണ്ടാൻ കഴിവുള്ള ശ്രേഷ്ഠനാണ്. അതായത് അതിമാത്ര തമൻ. മന്ത്രയോഗം: മൃദു സാധക ലക്ഷണം. ഉത്സാഹശീലം കുറഞ്ഞവൻ, മടിയൻ, മഹാമൂഢൻ, മഹാവ്യാധികളുള്ളവൻ, ഗുരുവിനെ ദൂഷിക്കുന്നവൻ, ലോഭമുള്ളവൻ, പാപബുദ്ധിയുള്ളവൻ, സാമാന്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നവൻ, പെൺമോഹി, ചപലൻ, കാതരൻ, രോഗി, പരാധീനൻ, അതിനിഷ്ഠൂരൻ, ആചാരങ്ങൾ പാലിക്കാത്തവൻ, വീര്യം കുറഞ്ഞവൻ. ഇങ്ങനെയുള്ള മൃദു സാധകനെ വളരെ പണിപ്പെട്ടാൽ 12 കൊല്ലം എടുക്കും സിദ്ധി ഉണ്ടാക്കുവാൻ. ഇക്കൂട്ടർക്ക് ഗുരുകൃപ കൊണ്ട് മാത്രം മന്ത്രാധികാരം സിദ്ധിക്കും. സാവധാനം ഉത്സാഹിക്കുന്നവൻ, ബുദ്ധി കുറഞ്ഞവൻ, രോഗിയായവൻ, ഗുരുവിന്റെ തെറ്റുകൾ കണ്ടെത്തുന്നവൻ, അത്യാഗ്രഹമുള്ളവൻ, പാപപ്രവൃത്തികൾ ചെയ്യുന്നവൻ, പല കാര്യങ്ങൾക്കും ബഹളം വെക്കുന്നവൻ, 2 കാര്യങ്ങൾക്ക് ഭാര്യയെ ആശ്രയിക്കുന്നവൻ, ചപലൻ, ഭയമുള്ളവൻ, രോഗം മൂലം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ, കടുത്ത നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്യുന്നവൻ, ജോലിയൊന്നും ചെയ്യാത്തവൻ, ദുർബലൻ എന്നിങ്ങനെയുള്ളവരെയെല്ലാം മൃദുമാനവന്മാരെന്ന് പറയും. അവരെ യോഗികളാക്കാൻ പച്ചമണ്ണ് കുഴിച്ച് പാത്രമുണ്ടാക്കുന്ന പോലെ കുഴയ്ക്കുക, ചവിട്ടുമെതിക്കുക, ഉരുട്ടിയെടുക്കുക, വെള്ളം വാർത്തുകളെ ചക്രത്തിൽ ചുറ്റുക, രൂപപ്പെടുത്തുക, ഉണക്കുക, തീയിൽ വെച്ച് വേവിക്കുക തുടങ്ങിയ വിധമുള്ള കാര്യങ്ങളിൽ കൂടി ഈ വിധ സാധകനെ ഗുരു നടത്തിക്കൊണ്ടു പോകേണ്ടിയുണ്ട്. 12 കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ളവരെ വളരെ പ്രയത്നിച്ച് മന്ത്രസിദ്ധി വരുത്താൻ കഴിഞ്ഞേക്കും. ലയയോഗം: മധ്യമ ബാധക ലക്ഷണം. നന്മയുള്ള ബുദ്ധി, ക്ഷമയുള്ളവൻ, പുണ്യകാര്യങ്ങൾ ആഗ്രഹിക്കുന്നവൻ, കേൾക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നത് പറയുന്നവൻ, നിഷ്പക്ഷൻ, മൃദുവല്ലാത്തവൻ, സംശയങ്ങൾ കുറഞ്ഞവൻ എന്നിങ്ങനെയുള്ളവർക്ക് ഗുരു മുക്തിമാർഗമായ ലയയോഗം ഉപദേശിക്കണം. സമബുദ്ധി, ക്ഷമാശീലൻ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവൻ, നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നവൻ, നിഷ്പക്ഷവാദി, സർവകാര്യങ്ങളും ഒരുപോലെ കാണുവാൻ. ഇപ്രകാരമുള്ളവർക്ക് ഗുരു മുക്തിമാർഗമായ ലയയോഗം ഉപദേശിക്കുന്നു. ഹഠയോഗം: അതിമാത്ര സാധക ലക്ഷണം. സ്ഥിരമായ ബുദ്ധി, ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തിയാക്കാനുള്ള ശ്രമം. ലയയോഗിൽ പറഞ്ഞ വിധം കഴിവുകൾ ഉണ്ടാക്കിയെടുത്തവൻ, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ളവൻ, നല്ല പരാക്രമി, വലിയ ആശയമുള്ളവൻ, ദയയുള്ളവൻ, ക്ഷമയുള്ളവൻ, സത്യവാൻ, ശൂരൻ, ആവശ്യത്തിന് നിഷ്ഠയുള്ളവൻ, ഗുരുവിന്റെ പാദങ്ങളെ പൂജിക്കുന്നവൻ, യോഗാഭ്യാസങ്ങളിൽ എപ്പോഴും ശ്രദ്ധയുള്ളവൻ എന്നിങ്ങനെയുള്ളവനെ അതിമാത്ര സാധകൻ എന്ന് പറയും. ഇങ്ങനെയുള്ളവർക്ക് 6 വർഷത്തിൽ അഭ്യാസം കൊണ്ട് സ്വാധീനമാക്കാവുന്ന ഹഠയോഗത്തിൽ പരിശീലനം നൽകാം. ലയയോഗത്തിൽ സ്ഥിരബുദ്ധിയായവൻ, സ്വയം നിയന്ത്രണത്തിൽ ശക്തിയുള്ളവൻ, മഹത്തായ ആശയങ്ങളുള്ളവൻ, ദയയുള്ളവൻ, ക്ഷമാശീലൻ, ശക്തിവാൻ, ശൂരൻ, യൗവനയുക്തൻ, ശ്രദ്ധാശീലൻ, ഗുരുവിന്റെ കാൽക്കൽ വീണ് പൂജിക്കുന്നവൻ, ഗുരുഭക്തൻ, യോഗാഭ്യാസത്തിൽ അതിയായ താല്പര്യമുള്ള ഇപ്രകാരമുള്ളവർക്ക് മാത്രകന്മാരാകും. വലിയ വീര്യമുള്ളവനും നല്ല ഉത്സാഹിയും മറ്റുള്ളവരെ പറ്റി നന്നായി അറിവുള്ളവനും ശൂരനും എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനും പ്രവൃത്തിശീലമുള്ളവനും മോഹമില്ലാത്തവനും ദുഃഖമില്ലാത്തവനും നല്ല യൗവനമുള്ളവനും സമ്പന്നനും മിതമായി മാത്രം ഭക്ഷിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ഭയമില്ലാത്തവനും ശുചിയുള്ളവനും എല്ലാ കാര്യങ്ങളിലും മിടുക്കുള്ളവനും ദാനം ചെയ്യുന്നവനും സർവരാലും ആശ്രയിക്കപ്പെടുന്നവനും അധികാരിയും സ്ഥിരതയുള്ളവനും ബുദ്ധിയുള്ളവനും ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കുന്നവനും ക്ഷമയുള്ളവനും സുശീലനും ധർമ്മത്തിൽ മാത്രം ചരിക്കുന്നവനും ചേഷ്ടകളെല്ലാം രഹസ്യമായി വെക്കുന്നവനും അന്യരുടെ വിശ്വാസം ആർജിച്ചവനും സമ്പന്നനും ദേവതകളെ ഗുരുവിനെയും പൂജിക്കുന്നവനും ജനങ്ങളോടും സംഭവിക്കുന്ന അകന്നു നിൽക്കുന്നവനും മഹാവ്യാധികളൊന്നും ഇല്ലാത്തവനും വ്രതങ്ങളെ അറിഞ്ഞ് വലിയ മാത്രമേ അനുഷ്ഠിക്കുന്നവനും എല്ലാവിധ യോഗങ്ങളെ അനുഷ്ഠിച്ച സാധകം ചെയ്യുന്നവനും ആണ് അതിമാത്രതമ സാധകം. 3 വർഷം കൊണ്ട് സിദ്ധി നേടും.
ഇങ്ങനെയുള്ളവന് എല്ലാ വിധത്തിലുള്ള യോഗ ദീക്ഷകളും യാതൊരു വിഷമമില്ലാതെ ഗുരുവിന് നൽകാവുന്നതാണ്. ത്രാടകം. ഒരു വസ്തുവിനെ കണ്ട് അതിന്റെ പ്രതീകത്തെ മറ്റൊരിടത്ത് കാണുന്നതാണ് പ്രതീകോപാസന. പ്രതീകത്തെയാണ് കാണുന്നത്, വാസ്തുവിനെ അല്ല. ഇതിന്റെ കാര്യം ഇനി പറയാം. ഇത് ധാരണ എന്ന 6ാം യോഗാംഗത്തിൽ വരുന്ന ക്രിയയാണ്. കൊടും വെയിലത്ത് സ്വന്തം നിഴലാകുന്ന ഈശ്വരനെ രണ്ടു കണ്ണും തുറന്നു വെച്ച് നിരീക്ഷിച്ച് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശതലത്തിൽ സ്വന്തം പ്രതീകം കാണാൻ കഴിയും. ദിവസവും ആകാശത്തിൽ തന്റെ പ്രതീകം കാണുന്നതിന് ആയുസ് വർദ്ധിച്ചു കിട്ടും. അകാല മരണം ഉണ്ടാകുകയില്ല. ഇങ്ങനെ ദിവസവും ആകാശത്തിൽ സ്വപ്രതീകം പൂർണ്ണമായി കാണുന്നതിന് ജയമുണ്ടാകും. വായുവിനെ നിയന്ത്രിച്ച് അയാൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ തക്ക കഴിവുകളും ഉണ്ടാകും. പ്രതീകോപാസന സിദ്ധി. നല്ല തെളിഞ്ഞ ആകാശത്ത് രണ്ടു കണ്ണും കൊണ്ട് തുറച്ചു നോക്കാം. സൂര്യന് നേരെ നോക്കരുത്, കണ്ണടയ്ക്കരുത്. അങ്ങനെ വളരെ പരിശ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ രൂപം തന്നെ ആകാശത്ത് ഒരു ക്ഷണം നേരത്തെയും കാണുന്നുണ്ടെങ്കിൽ ഉടനെ കണ്ണടച്ച ആ രൂപം മനസ്സിലുണ്ടെന്ന് വിചാരിച്ച് മനസ്സിൽ ശ്രദ്ധിക്കുക. ഇവിടെ രൂപം കാണാനാകും. ഈ ത്രാടകം ധാരണയുടെ ഭാഗമാണ്. അതിന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നല്ല വെളിച്ചമുള്ള ആകാശത്തിൽ നോക്കണം. കുറെ നേരം കണ്ണടയ്ക്കാതെ നോക്കുമ്പോൾ ഒരു നിഴൽ പ്രത്യേക പുകനിറത്തിൽ കാണുന്നതാണ്. നിരന്തരമായ അഭ്യാസം കൊണ്ട് അവനവന്റെ തന്നെ ഒരു പ്രതിരൂപം ശരിക്കും കാണാൻ കഴിയും. ഇതിനെ മന്ത്രസിദ്ധി കൊണ്ട് അടുക്കൽ വിളിച്ചാൽ അടുത്തു വരും. പ്രവൃത്തികൾ ഓരോന്നായി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുകയും ഒരു ദാസൻ എന്ന പോലെ പെരുമാറുകയും ചെയ്യും. ഈ രഹസ്യം ആരും അറിയാൻ ഇടവരുത്തരുത്, അന്യർക്ക് കാണാനാവുകയും. വളരെ ശ്രമപ്പെട്ട് തപസ് അനുഷ്ഠിച്ച് ഈ പ്രതീകത്തെ സന്തോഷിപ്പിച്ച് നിലനിർത്തണം. അപ്പോൾ അവനവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. മരണകാലത്തിന് മുമ്പ് പ്രതീകത്തെ ആകാശത്തിലേക്ക് തന്നെ തിരിച്ചയക്കണം. ഇങ്ങനെ പ്രതീകോപാസന സിദ്ധി വന്ന സാധനം നിരവധി അല്പസിദ്ധികളും കൈവരും. എല്ലായ്പ്പോഴും അഭ്യാസം ചെയ്യുകയും പരമാത്മാവിനെ വന്ദിക്കുകയും ചെയ്യുന്നയാൾക്ക് സ്വപ്രതീകം കൊണ്ട് പൂർണ്ണാനന്ദ സ്വരൂപനായ പുരുഷനെ കാണാൻ കഴിയും. യാത്രാകാലം, വിവാഹം, ശുഭകർമ്മം, ജീവിതപ്രയാസം എന്നീ അവസരങ്ങളിലും പാപക്ഷയത്തിലും പുണ്യവൃദ്ധിക്കും പ്രതീകോപാസന സഹായകമാകും. പ്രതീകോപാസനയുടെ നിരന്തര അഭ്യാസം കൊണ്ട് അന്തരാത്മാവിൽ പരമാത്മാവിനെ നിശ്ചയമായും കാണാൻ കഴിയും. അപ്പോൾ നിയതമാനസനായ യോഗി മോക്ഷം പ്രാപിക്കും. ആകാശത്ത് കാണുന്ന മനസ്സിൽ കാണാൻ കഴിയണം. എങ്കിൽ ആ സാധകന് മുക്തി ലഭിക്കും. പല വിധങ്ങളിൽ ത്രാടകം ചെയ്യും. അവയെ താഴെ പോകും. ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ണടയ്ക്കാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവരെ തുറച്ചു നോക്കുന്നതിന് ത്രാടകം എന്ന് പേര്. ഇത് വിജയകരമായി ചെയ്യുന്നത് കണ്ണുരോഗങ്ങളെല്ലാം മാറ്റും. കൂടാതെ അതീന്ദ്രിയാനുഭവങ്ങളും ഉണ്ടാകും. ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നീ രോഗങ്ങൾ വളരെ വ്യത്യാസപ്പെടും. വ്യത്യസ്ത അകലത്തിൽ വ്യത്യസ്ത വസ്തുക്കൾ വെച്ച് ത്രാടകം ചെയ്യുന്നത് നാഡീവ്യവസ്ഥയെ അനുകൂലമായി മാറ്റം ഉണ്ടാക്കും. ത്രാടകം തന്നെ പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. മൂക്കിന്റെ തുമ്പത്ത് നോക്കുക, രണ്ട് കൺപുരികങ്ങൾക്ക് നടുവിൽ നോക്കുക, വലത് തോളിൽ, ഇടത് തോളിൽ, മറ്റു വസ്തുക്കളിൽ, വിളക്കിലെ ദീപനാളം, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ അന്തരീക്ഷത്തിലെ പല സ്ഥലത്തും ഒന്നും കാണാനില്ലെങ്കിലും അവിടെ കണ്ണുറപ്പിക്കാം. ഇതറിയുന്നതിന് ശാംഭവി മുദ്ര അറിയാനാകും. കണ്ണ് സ്ഥിരമായാൽ മനസ്സും സ്ഥിരമാകും എന്നതാണ് ത്രാടകത്തിന്റെ യുക്തി. ദീപനാള ത്രാടകം ചെയ്യുന്നവൻ നല്ല നിലവിളക്ക് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് കത്തിക്കണം. ഒരു മുല്ലമുട്ടിനേക്കാൾ അധികം 3/4 ഇഞ്ച് നീളം ദീപനാളം മതി. പുക വരാൻ പാടില്ല. നേരെയോ 30 ഡിഗ്രി വരെ താഴെ വരെയോ വെക്കാം. പിന്നീട് കണ്ണ് വെക്കാതെ നോക്കണം. നാളത്തിന്റെ ഏറ്റവും പ്രകാശമുള്ള ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ ശ്രദ്ധിച്ച് നാളത്തെ നോക്കണം. കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റാത്ത സമയം വരെ നോക്കണം. തുറന്ന് കണ്ണടക്കണം. എന്നിട്ട് മനസ്സിൽ നോക്കണം. അപ്പോൾ ഒരു ചുവന്ന ബിന്ദു ചുറ്റും ഇരുട്ടുമായിട്ട് കാണാനാകും. ഇതിനെ ശരീരത്തിലേക്ക് ആവാഹിക്കണം. ഉഷ്ണമാണിത്. ഇതിന്റെ നിറം മാറി മാറി വരും. അത് ചലിക്കുകയും ചെയ്യും. അതിനെ ക്രമത്തിൽ ആവാഹിക്കണം. അപ്പോൾ ചെറുതായി വരും. പിന്നെ കണ്ണ് തുറന്ന് വീണ്ടും ത്രാടകം ചെയ്യണം. ദിവസം 3 തവണ മതി. തുടക്കത്തിൽ ആഴ്ചയിൽ 3 ദിവസം ചെയ്യാം. പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ വീതം മതി. രാവിലെ 7:30 മണിക്കാകാൻ ചെയ്യണം. നഷ്ടപ്പെടുന്ന ജീവകാന്ത ശക്തിയുടെ വളരെയധികം ഇരുട്ട് ലഭിക്കുന്ന രീതിയാണിത്. അതിനാൽ ഇതുമൂലം ആയുസ് ഇങ്ങനെ യോഗ ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ട വിഷയം. നമസ്കാരം.